പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിപ്പും പച്ചക്കറികളും കുറച്ച് സ്പൈസസും ചേർന്ന ഒരു കറിയാണ് സാമ്പാർ. സൗത്ത് ഇന്ത്യൻസിന് ഒഴിച്ചുകൂടാനാവാത്ത കറി. പല രീതിയിൽ ഇത് ഉണ്ടാക്കാം, എല്ലാവർക്കും അറിയാവുന്നതുമാണ്. എന്നാൽ കുക്കിങ്ങിൽ തുടക്കക്കാർക്ക് വേണ്ടി, അതുപോലെ താല്പര്യമുള്ള എല്ലാവർക്കും വേണ്ടി എങ്ങനെ സാമ്പാർ സിമ്പിളായി ടേസ്റ്റിയായി പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നു. ആദ്യം 1 കപ്പ് പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തിന്നായ ഗ്രേവി മതിയെങ്കിൽ 1/2 കപ്പ് പരിപ്പ് എടുത്താൽ മതി. നന്നായി കഴുകി കുക്കറിലിടുക. കൂടെ 2 കപ്പ് വെള്ളവും ഒഴിക്കുക. ലേശം മഞ്ഞൾപ്പൊടി, കായപ്പൊടി, അതുപോലെ 1 പച്ചമുളക്, കൂടെ 1/2 ടീസ്പൂണ് നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിക്കാം. പരിപ്പ് അധികം തിളച്ച് പുറത്ത് ചാടാതിരിക്കാനും അതുപോലെ ടേസ്റ്റിനുമാണ് നെയ്യ് ചേർക്കുന്നത്. താല്പര്യമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. നന്നായി ഇളക്കി 2 വിസിൽ വരുന്നത് വരെ വേവിക്കുക. ഈ സമയം താല്പര്യമുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുക. അതുപോലെ നാരങ്ങ വലിപ്പത്തിൽ വാളൻപുളി എടുത്ത് ചൂടുവെള്ളം ഒഴിച്ച് വെക്കുക. പുളിയുടെ താല്പര്യമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കുക്കർ തുറന്ന് നോക്കുക. പരിപ്പെല്ലാം നന്നായി വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് കട്ട് ചെയ്ത വെജിറ്റബിൾസൊക്കെ ഇടണം. ചില പരിപ്പുകൾ പെട്ടെന്ന് വേകും, അപ്പോൾ നമുക്ക് പരിപ്പും പച്ചക്കറിയും കൂടെ ഇടാൻ ഒക്കും. എന്നാൽ എല്ലാ പരിപ്പിനെയും നമുക്ക് വിശ്വസിക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പരിപ്പ് സെപ്പറേറ്റ് വേവിക്കുന്നത്. ഈ പച്ചക്കറികൾ കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് കൂടെ കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ഇടുക. പിന്നെ പുളി ഒഴിഞ്ഞു വെച്ച വെള്ളവും കൂടെ ഇതിനകത്തേക്ക് ഒഴിക്കുക. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് മുരിങ്ങയ്ക്ക ഇവിടെ ഇടുന്നുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുക്കർ 1 വിസിൽ വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കുക. വെജിറ്റബിൾസ് ഒത്തിരി വെന്തു പോകരുത്. ഇതിന് ശേഷം ഒരു പാനിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് പൊട്ടിച്ച ശേഷം ചുവന്നുള്ളി അരിഞ്ഞതിടുക. കൂടെ വറ്റൽമുളക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ഇടുക. വെണ്ടയ്ക്ക ഡയറക്റ്റ് കറിയിലിടാതെ ഇങ്ങനെ വഴറ്റിയിടുന്നതാണ് നല്ലത്. ഇത് കുറച്ച് വഴന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിടുക. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ കുറവായിട്ട് ഉലുവാപ്പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കായപ്പൊടി ഇടുക. ഇവയെല്ലാം കൂടെ റോസ്റ്റ് ചെയ്യുക. വെണ്ടയ്ക്ക ചേർക്കുന്നില്ലെങ്കിൽ കടുകിട്ട് ചെറിയ ഉള്ളി മൂപ്പിച്ചതിന് ശേഷം സ്പൈസസ് എല്ലാം ചേർക്കാവുന്നതാണ്. ഇനി ഈ സമയം കുക്കർ തുറന്ന് നോക്കുക. വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. വെന്ത പരിപ്പ് വെജിറ്റബിൾ മിക്സ് ഈ പാനിലേക്ക് ഒഴിക്കുക. എന്നിട്ടത് തിളപ്പിക്കുക. വലിയ കുക്കറാണെങ്കിൽ പാനിലെ മിക്സ് കുക്കറിലോട്ട് ഒഴിച്ചാലും മതി. പിന്നെ ഗ്രേവി കുറച്ചുകൂടെ തിന്നാക്കണമെങ്കിൽ കുക്കറിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിക്കുക. ഇനിയും ഈ സമയം താല്പര്യമുള്ളവർക്ക് കടുക് വറുത്തിടാം. എന്നാൽ ഈ കടുക് വറക്കുന്ന സ്റ്റെപ്പ് ഒഴിവാക്കാനായിട്ടാണ് വെണ്ടയ്ക്ക വഴറ്റുന്നതിന് മുമ്പ് ഞാൻ കടുക് വറുത്തത്. ഇവിടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ സാമ്പാർ തയ്യാറായി. ഏത് രീതിയിലും ഉണ്ടാക്കാവുന്ന സാമ്പാർ. പരിപ്പും ഉള്ളിയും കുറച്ച് സ്പൈസസും മാത്രം ഉണ്ടെങ്കിലും നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. ഈ സാമ്പാർ ഇഷ്ടമായെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.